വലിയ തോതിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നു. പാറക്കല്ലുകൾ അടക്കം ഒഴുകി വന്നു കിടക്കുന്നു. വീടിന്റെ അവശിഷ്ടങ്ങൾ, ഇതിനടിയിൽ നിന്നൊക്കെ ജീവൻ കണ്ടെത്തുക എന്നുള്ള തരത്തിലാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. നമ്മൾ ഇന്നലെ അടക്കം കണ്ടതാണ്. എല്ലാ തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യം തന്നെയാണ് പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ ഒരു ജീവൻ പോലും അകപ്പെട്ടു പോകരുത് എന്നുള്ള പ്രതീക്ഷ മുൻനിർത്തി തന്നെയാണ് രക്ഷാദൗത്യം ഈ ഘട്ടം വരെയും പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ചൂരൽമലയുമായി മുണ്ടക്കയെ നേരിട്ട് ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് ഈ ബെയിലി പാല നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ വലിയ യന്ത്ര സാമഗ്രികൾ എത്തിച്ചാലാണ് ഈ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുക. അത്തരത്തിലല്ലേ ആസിഫ് നീക്കങ്ങൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നോക്കൂ, എന്ത് വളരെ വേഗത്തിലാണ് ഈ ഒരു പാല നിർമ്മാണം അടക്കം നടക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായൊരു നടപ്പാലം അപ്പുറത്ത് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മിഷനറികളും മറ്റും അത് കൂടുതൽ സുഗമമായി അപ്പുറത്തേക്ക് കടത്താൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ എന്ന ആ ഉപകരണങ്ങളടക്കം ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലും മേഖലയിൽ നമുക്കറിയാം ശക്തമായ മഴ. അതാ ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഡോഗ് സ്ക്വാഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മണം പിടിച്ച് ആളുകളുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് ഇനി നമ്മളെ സംബന്ധിച്ചോളം വളരെ നിർണായകമാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദുരന്തമുഖത്തെ നേരിടാൻ ഇത് ഇപ്പോൾ ആർമിയുടെ ഭാഗമായുള്ള ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവയാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സംവിധാനങ്ങളെല്ലാം നമ്മൾ ഓരോ നിമിഷവും ഇവിടെ എത്തിച്ചുകൊണ്ട് നമ്മളുടെ ദുരന്തമുഖത്തെ നേരിടാൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ അത് ശക്തമായി മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മറകരയിൽ ശക്തമായ മൂടൽമഞ്ഞ് ഉണ്ട്. നമ്മളുടെ യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ ആവശ്യമായി നമ്മളുടെ ബെയിലി പാലം നിർമ്മാണം അത് പൂർത്തിയാവേണ്ടതുണ്ട്. അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഒന്ന് ഇവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എത്തിച്ച ഡോഗ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി ഈ ഡോഗ് സ്ക്വാഡിനെ അങ്ങോട്ട് കടത്താനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇവിടെ ചെളി പൂണ്ട അവസ്ഥയിലാണ് പല മേഖലകളിലും ഉള്ളത്. ആ ഒരു പ്രദേശത്തു കൂടി നമ്മൾ അങ്ങോട്ട് കടക്കുക എന്നുള്ളത് കുറച്ച് ദുഷ്കരമാണ്. അപ്പോൾ ഈ നായ്ക്കളെ അടക്കം അങ്ങോട്ട് കടത്താനുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. അത് അതിജീവിച്ചുകൊണ്ട് നായ്ക്കളെ അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി നമുക്ക് എന്തൊക്കെ ഏർപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ മുഴുവൻ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തുകയാണ്. നമ്മളുടെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളുടെ നേവി, ആർമി, അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഇതിന് പൂർണ്ണ തോതിൽ ഈ ഒരു സംഘത്തിന് ഒപ്പം നിലയുറപ്പിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമുക്ക് കൂടുതൽ യന്ത്രങ്ങളടക്കം ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. ആ യന്ത്രങ്ങൾ നമുക്ക് മറുകര എത്തിക്കുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ നമ്മൾ കുറച്ച് യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിച്ചിരുന്നു. ഇനി കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയ പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വലിപ്പമൊന്നും വിശദീകരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പാറക്കെട്ടുകളാണ് ആ പ്രദേശം മുഴുവനുള്ളത്. അതിൽ കുറേയെങ്കിലും മാറ്റി നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലേറ്റവും ആദ്യഘട്ടത്തിൽ നമ്മൾ ശ്രമിക്കുന്നത് ഈ തകർന്നു കിടക്കുന്ന വീടുകളുണ്ടല്ലോ, ആ വീടുകളുടെ ഉള്ളിലേക്ക് ഇപ്പോഴും നമുക്ക് ചില ഏരിയകളിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പൊളിച്ചു മാറ്റിയാൽ മാത്രമേ കടക്കാൻ കഴിയുകയുള്ളൂ. ആ വീടുകളിൽ നിന്ന് ചില പ്രദേശങ്ങൾ നമുക്ക് മാറ്റി തന്നെ തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് ദൗർഭാഗ്യകരമായ പല വാർത്തകളും വരുന്നുണ്ട്. നമുക്ക് ഈ പുഴയുടെ താഴ്വശത്ത് നടക്കം ഈ മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ആ വലിയൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി പോലും നമ്മൾ ഇപ്പോഴും അളന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഒരു വലിയ ഗ്രാമം ഉണ്ടായിരുന്നു, 2 വാർഡുകളുണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാതായിക്കൊണ്ട് ആണ് നമുക്ക് ഈ ഒരു ദുരന്ത ഭൂമി ഇപ്പോഴിങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു രക്ഷാപ്രവർത്തന ദൗത്യമടക്കം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം പുഴയിലേക്ക് എങ്ങനെയാണ് പുഴ നീന്തിക്കിടന്ന് പുഴയുടെ മറുകരയിലേക്ക് നമ്മളുടെ ഇത് എത്തുന്നത് എന്നുള്ളത്. ഈ യന്ത്രങ്ങൾ ഇത്തരത്തിൽ കൈകുത്തി അപ്പുറത്തേക്ക് കടന്നുകൊണ്ടാണ് ഈ ഒരു പുഴയിലേക്ക് ഈ യന്ത്രങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾക്ക് സാധ്യമായ എല്ലാ വഴികളിലും വൻ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ട് സുരക്ഷിതമായി അപ്പുറത്തേക്ക് യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തന ദൗത്യം നമ്മൾ തുടരുകയാണ്. ഈ ദൗത്യഭൂമിയിൽ
എന്തായാലും നമ്മൾ എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ദുരന്തത്തെ നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ നമ്മൾക്ക് എവിടെയൊക്കെ പുഴയിൽ കൂടി ആക്സസ് ഉണ്ടോ ആ വഴികളിലെല്ലാം നമ്മളുടെ യന്ത്രങ്ങൾ അപ്പുറത്തേക്ക് കടക്കുകയാണ്. നമ്മളുടെ പ്രിയപ്പെട്ടവരെ തേടി അവർ ആ മണ്ണിൽ അടിയിൽ പെട്ടുപോയ നിരവധി ആളുകളുണ്ട്. നമ്മളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുട്ടികളടക്കമുള്ളവരുണ്ട്. അവരെ മുഴുവൻ നമ്മൾക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തൽ അത് വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനാവശ്യമുള്ള സജ്ജീകരണങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ഇവിടെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സജ്ജീകരണങ്ങൾ പാല നിർമ്മാണത്തോടു കൂടി നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിക്കുന്ന കൂടുതൽ യന്ത്രങ്ങളടക്കം നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ആ ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ആർമിയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അങ്ങോട്ട് കടക്കുന്നു, പാലം കടക്കുന്നു. താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെയാണ് നമ്മളുടെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കിടക്കുന്നത്. നമുക്ക് ഈ ഒരു സഞ്ചാരപാത നോക്കിയാൽ തന്നെ മനസ്സിലാകും. നമ്മൾ ഇന്നലെ രാത്രിയിലടക്കം പെയ്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് ആസിഫ് മുഹമ്മദും ഉണ്ട്. ക്യാമറമാൻ അരുൺ ഹൂണികനുമാണ് ദൗത്യ സംഘത്തിന്റെ ഒപ്പം ദുരന്ത ഭൂമിയിൽ ഉള്ളത്. ആസിഫ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് അല്പം സുഗമമായിട്ടുണ്ട് എന്നുള്ളതാണ്. കാലാവസ്ഥ പ്രതികൂലമാകാനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ളൊരു സാഹചര്യം എങ്ങനെയാണ് ആസിഫ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്? തീർച്ചയായും ഈ ഇന്നലെ രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നെങ്കിൽ പോലും വലിയ രീതിയിൽ പുഴയിൽ നീരൊഴുക്ക് കൂടിയിട്ടില്ല ഉണ്ട്. നമുക്ക് അത് പ്രത്യേകമായി നമ്മളെടുത്ത് നോക്കേണ്ടതുണ്ട്. കാരണം ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വന്ന സമയത്ത് ഈ പുഴയിലെ നീരൊഴുക്ക് അത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് നമുക്ക് ആ വെള്ളത്തിൽ കൂടെ മാത്രമേ ഈ താൽക്കാലിക പാലത്തിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളായിരുന്നു. അത്ര ശക്തമായ നീരൊഴുക്ക് ഇന്നലെ പുഴയിൽ ഉണ്ടായിരുന്നു വൈകി നമ്മൾ പോകുന്ന സമയത്ത്. എന്നാൽ ഇപ്പോൾ അതിന് ലേശം കുറവുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇന്നലെ രാത്രിയിലെല്ലാം മഴ ഉണ്ടായിരുന്നു. ആ മഴയിൽ പോലും എന്തായാലും നീരൊഴുക്ക് കാര്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസമുണ്ട്. എന്തായാലും പാലം കൂടുതൽ ബലപ്പെടുത്തി അടക്കം ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മറുകര എത്താൻ ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു രക്ഷാദൗത്യം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ആർമി മാത്രമാണ് ഇപ്പോൾ നിലവിൽ കടത്തിവിട്ടുകൊണ്ട് ഇരിക്കുന്നത്. ആർമി ഉദ്യോഗസ്ഥർ അടക്കം ഉള്ളവർ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നു. ആർമി ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ മുമ്പോട്ട് കടത്തിവിടുകയാണ്. ആർമി ഉദ്യോഗസ്ഥരെ മുഴുവൻ അപ്പുറത്തേക്ക് എത്തിക്കുന്നു. ഇനി അതിനുശേഷമാണ് മറ്റ് ഉദ്യോഗസ്ഥർ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കൂടുതൽ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നിരവധി പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് രക്ഷാദൗത്യം ഈ ഘട്ടത്തിലും പുനരാരംഭിക്കാൻ പോകുന്നത്. ഇന്ന് ദുരന്തം നടന്നിട്ട് 3-ാം ദിവസമാണ്. ആസിഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടാകെ, ഒരു പ്രദേശമാകെ ഒലിച്ചുപോയ അവസ്ഥയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. അവിടെ വീടുകളുണ്ടായിരുന്നോ, മനുഷ്യവാസം ഉണ്ടായിരുന്നോ എന്നതടക്കം സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് നാടിൻ്റെ അവസ്ഥ. കനത്ത മഞ്ഞുണ്ട്. ഇപ്പോഴും പ്രതികൂലമായി നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് സൈന്യം രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. ബെയിലി പാലത്തിൻ്റെ അടക്കം പണി പുരോഗമിക്കുകയാണ്. ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാലാണ് വലിയ യന്ത്രസാമഗ്രികൾ എത്തിക്കാനും മണ്ണിനടിയിൽ അടക്കം പുതഞ്ഞു കിടക്കുന്ന ജീവനുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അവരെ പുറത്തെത്തിക്കാനും സാധിക്കുക. അത്തരത്തിലൊക്കെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഒരു ജീവൻ പോലും മണ്ണിനകപ്പെട്ടു പോകരുത് എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് നാടൊന്നാകെ ചൂരൽമലയിൽ, മുണ്ടക്കയിൽ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് തന്നെയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കനത്ത മഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ശക്തിയായി ഒഴുകുകയാണ് വെള്ളം. കാലാവസ്ഥ പ്രതികൂലമാകാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മഴ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് നമ്മുടെ സൈന്യം, നമ്മുടെ നാട്ടുകാർ രക്ഷാദൗത്യം നടത്തുന്നത്. ആസിഫ്, തുടരാം. തീർച്ചയായും നമ്മളുടെ സൈനികരെ അപ്പുറത്തേക്ക് ഇപ്പോൾ നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പുറത്തെ പാല നിർമ്മാണം തുടരുന്നുണ്ട്. താൽക്കാലികമായി
തീർച്ചയായും അഞ്ജലി, മഴ ചെറിയ മഴയുള്ളൂ, പക്ഷേ ശക്തമായ മഞ്ഞാണ് പ്രദേശം. നമുക്ക് വളരെ കുറഞ്ഞ ദൂരം മാത്രമാണ് നമുക്ക് വിസിബിലിറ്റി ഉള്ളത്. ഏകദേശം ഒരു 100 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു അത്രയും പ്രദേശം, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് എന്ന് നമുക്ക് നിലവിൽ കാണാൻ കഴിയില്ല. ശക്തമായ മൂടൽമഞ്ഞാണ് ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെയിലിപ്പാലം നിർമ്മാണം പോലും നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തിൽ നിന്നൊരു 100 മീറ്റർ അപ്പുറത്താണ് ബെയിലിപ്പാലം നിർമ്മാണം നടക്കുന്നത്. അതുപോലും നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആ മൂടൽമഞ്ഞ് കാരണം വ്യക്തമായി കാണാൻ കഴിയുന്ന സാഹചര്യമില്ല. ശക്തമായ എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് നമുക്ക് ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ ദൃശ്യങ്ങൾ മങ്ങിയിരിക്കുന്നു. കനത്ത മഞ്ഞ് കൊണ്ട് മൂടി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ കാലാവസ്ഥ ഇത്തരത്തിൽ മാറി മറിഞ്ഞ് തന്നെയാണ് അല്ലേ ആസിഫ്? തീർച്ചയായും അതിര കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞ് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം അല്പം മുമ്പ് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ നമുക്ക് തീരെ ദൂരേക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം പൂർണ്ണമായ തോതിൽ ഇങ്ങനെ മഞ്ഞ് ഇവിടെ ആ ഒരു പ്രദേശത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ നോക്കി കാണാം. ഈ ഒരു പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു നമുക്ക് ആ നിരവധി കെട്ടിടങ്ങളുണ്ടായിരുന്നു. ഒരു അമ്പലം നിന്ന പ്രദേശമടക്കം അത് പൂർണ്ണമായ തോതിൽ ഇപ്പോൾ തീർച്ചയായും നമ്മൾക്ക് മാധ്യമപ്രവർത്തകർക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഇപ്പോൾ ആർമി ഇപ്പോൾ കടത്തിവിടുകയാണ് നമ്മളെ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് അത്തരത്തിലുള്ള അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ അവസരം ലഭിച്ചപ്പോൾ ആദ്യം തന്നെ നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണമായി നമ്മൾ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായി അവർ നമ്മളോട് കടന്നു പോകാൻ പറഞ്ഞ സമയത്ത് തന്നെ ആദ്യ സംഘമായി തന്നെ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ ആകുന്നുണ്ട്. അത്തരത്തിൽ നമ്മളിപ്പോൾ മറുകരയിലേക്ക് നമ്മൾ കൂടി എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് രക്ഷാദൗത്യം ആരംഭിക്കുന്ന നടപടികൾ അപ്പുറത്ത് പുരോഗമിച്ചുകൊണ്ടായിരിക്കുന്നു. എത്ര ശ്രമകരമായാണ് ഈ ഒരു ദൗത്യ സംഘം ആളുകളെ കരയിലേക്ക് കടത്തുന്നത് നമുക്കറിയാം. ഇവരുടെ കൈകളിൽ ബന്ധിപ്പിച്ചാണ്, ഈ ഒരു കൈവരികൾ ഇവരുടെ കൈകളിൽ ബന്ധിപ്പിച്ചാണ് ഇവർ ഈ ഒരു പാലത്തിൽ കൂടി കടന്നു വരുന്ന ആളുകളെ ഇവിടെ നിലയുറപ്പിക്കുന്നത്. അതിനെ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളടക്കം നോക്കാതറിയാം. ഉദ്യോഗസ്ഥർ അവരുടെ ഈ കൈകളിലാണ് ഈ ഒരു പാലം കൈവരി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന എത്ര ശ്രമകരമായാണ് മറ്റുള്ളവരെ ഇങ്ങോട്ട് കടത്തിവിടാനായി അവർ ആ ഒരു ദൗത്യഭൂമിയിൽ ചിലവഴിക്കുന്ന മണിക്കൂറുകൾ അത് ഏത് തരത്തിലാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ നമ്മളോട് മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ആർമി ഉദ്യോഗസ്ഥർ ഇന്നലെ അടക്കം നമ്മൾ അവരുടെ ഓപ്പറേഷൻ്റെ അടക്കം ഭാഗമായി മുന്നോട്ട് പോയതിനാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം അവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളോട് അങ്ങോട്ട് കടന്നു പോയിക്കോളാൻ പറഞ്ഞ സാഹചര്യത്തിൽ നിലവിൽ നമ്മൾ ഇങ്ങോട്ടൊരു പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളുമായി ഇവിടെ പരിശോധന ആരംഭിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകുകയാണ്. ഇപ്പോൾ നമ്മളുടെ ആർമി ടീം അങ്ങോട്ട് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ വളരെ വൈകി വരെയുള്ള രക്ഷാപ്രവർത്തന ദൗത്യം നമ്മളുടെ ഈ ഒരു മേഖലയിൽ തുടർന്നിരുന്നു. ഇപ്പോൾ ഇനി സ്വാഭാവികമായി ഈ ഒരു ദൗത്യം മുന്നോട്ട് പോകാൻ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ തയ്യാറാണ്. ഇനി ഈ തെരച്ചിൽ ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നമ്മളുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. മൂടൽമഞ്ഞ് ശക്തമായ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി അത് നമുക്ക് ഒരു വെല്ലുവിളിയാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. ആ മൂടൽമഞ്ഞിനെ അതിജീവിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഈ ഒരു രക്ഷാ ദൗത്യം ഇനി തുടരാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി നമ്മളുടെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. Sir, how was our rescue operation? Sir, how was our rescue operation carried out now? Abhi just we are starting it. Already one party has gone. We are going there that close with the appropriate equipment and other things. അവരുടെ തിരക്കിൽ നമ്മളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഉദ്യോഗസ്ഥർ. Yes. How many people are now out here? Yeah, 40 people. Yeah, now starting to.
ആർമിയുടെ വലിയൊരു സംഘം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ സംഘം അങ്ങോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന സൈനികരെ അടക്കമുള്ളവർ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് എത്തുകയും ഈ ദൗത്യഭൂമിയിൽ ഇപ്പോൾ അവർ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയുമാണ്. നമുക്ക് കാണാം ഈ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് ഇനി ആ ദുരന്തഭൂമിയിലേക്ക് എത്തുക എന്നതിന് തന്നെയാണ് നമ്മളും മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇനി ചലിക്കുകയാണ്. ഉദ്യോഗസ്ഥർ, അവരുടെ സേനാംഗങ്ങൾ അടക്കമുള്ളവർ ഇപ്പോൾ ഈ ഒരു ഭൂമിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സജ്ജീകരണങ്ങളുമായി ഇപ്പോൾ നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ദുരന്തഭൂമിയിൽ നിന്ന് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അടക്കം കൂടുതൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. ഈ മണ്ണുമാന്തി യന്ത്രം ഇവിടെ പരിശോധന നടത്തുന്നത്, മണ്ണുമാന്തി യന്ത്രം ഇവിടെ പരിശോധന നടത്തുമ്പോൾ നമുക്ക് പുഴയുടെ ഒഴുക്കടക്കം 2-3 ഘട്ടമായി വഴിതിരിച്ച് വിട്ടുകൊണ്ട് അടക്കമുള്ള ഒരു പരിശോധനകൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നീരൊഴുക്ക് ശക്തമാകുന്നത് കുറയ്ക്കാനാണ് ഈ ഒരു നടപടികൾ ഉണ്ടാവുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മണ്ണുമാന്തി യന്ത്രം ഏത് തരത്തിലാണ് ഇവിടെ പണിയെടുക്കുന്നത് എന്ന്. ഇതിൻ്റെ അടിവശത്ത് എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം ഇനി മുന്നോട്ട് പോവുക. ചേട്ടൻ ഈ നാട്ടുകാരനാണോ? മലപ്പുറം. ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി വന്നത്? അതെ, ഞാൻ ഇറ്റാച്ചിയായിട്ട് വന്നതാണ്. ഇന്നലെ തന്നെ എത്തി? ഇന്നലെ രാത്രി 12 എത്തി. ഇപ്പോൾ ഈ മണ്ണ് മാറ്റുക എന്നുള്ളത് മാത്രം നമുക്ക് ഇപ്പോൾ കഴിയുള്ളൂ അല്ലേ? പ്രധാനപ്പെട്ട വഴിയൊരുക്കുക, കുറച്ച് ഫില്ല് ചെയ്യാണ്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങോട്ട് പോകും. അതായത് നമ്മുടെ വേലിപ്പാലം ഇത് പണി കഴിയുമ്പോൾ നമ്മൾ റോഡ് ഒരുക്കും. റോഡ് റെഡിയാവും. അത് ഉച്ചാവുന്ന പറഞ്ഞത്. നമ്മൾ ആ സമയത്തേക്ക് വണ്ടികൾ കടന്നു പോകാനുള്ള പാത ഒരുക്കിയിരിക്കും. ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ അവിടുന്ന് എന്ത് സാധനം കൊണ്ടുവരണമെങ്കിലും ആയിക്കോട്ടെ നടപ്പാത ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മണ്ണിട്ട് ഫില്ല് കൊടുക്കും. തീർച്ചയായും അതിന് അത്രത്തിലാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവർ ഹിറ്റാച്ചിയുമായി വന്ന ആളുകളാണ്. അവർ ഇവിടെ ഇപ്പോൾ ഒരു പാത ഒരുക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകുമ്പോൾ അത് പൂർത്തിയാകുന്ന വഴി കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ആ വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നമ്മളുടെ നേവി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ദുരന്തഭൂമിയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. അവർ ഇനി വാഹനങ്ങൾ വരുന്ന സമയത്തിന് മുമ്പ് തന്നെ അവർ നടത്താൻ കഴിയുന്ന തിരച്ചിൽ, അതിൽ പ്രധാനപ്പെട്ടത് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ്. അപ്പോൾ ആ തിരച്ചിൽ അത് ശക്തമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ ഒപ്പം മുകളിലേക്ക് പോകാം. ഇനി അവിടെ നടക്കുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായി നമുക്ക് ആ ഒരു ഘട്ടം കൂടി നമുക്ക് വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദുഷ്കരമായ ഒരു ദൗത്യം. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്വാഭാവികമായി ഇന്നലെ പോയതുപോലെ കുറച്ച് കിലോമീറ്ററുകൾ നടന്നു വേണം മുകളിലേക്ക് എത്താനുള്ളത്. ഇനി അവിടെ എത്തിയതിന് ശേഷം ഇനി ഇതിപ്പോൾ എത്ര പേരടങ്ങുന്ന സംഘമാണെന്ന് ഒരു 10-30 പേരോടടങ്ങുന്ന രണ്ടാമത്തെ സംഘവും ഇപ്പോൾ മുകളിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു സംഘം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിലയുറപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നതാണ് കാണുന്നത്. വലിയ ദുരന്തമാണ് കേരളം കണ്ട, ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ദുരന്തങ്ങളിൽ വലിയൊരു ദുരന്തം തന്നെയാണ്. ഒരു നാടാകെ ഇല്ലാതായി പോയ കാഴ്ചയാണ്.